ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ക്യാൻസർ ചികിത്സാ രംഗത്ത് കുതിച്ചുചാട്ടം സൃഷ്ടിക്കുന്നതിനായി കോഴിക്കോടിന് അനുവദിച്ച റീജിയണൽ ക്യാൻസർ സെന്റർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നഷ്ടപ്പെടുമെന്ന സാഹചര്യം സംജാതമായിരിക്കുകയാണ്. 45,000-ലധികം രോഗികൾ നിലവിൽ തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിനെയാണ് ആശ്രയിക്കുന്നത്. മലബാറുകാർക്ക് വേണ്ടി അനുവദിച്ച ഈ സെന്റർ നിലനിർത്തേണ്ടത് ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രധാന വാർത്തകളിലേക്ക്. ഒടുവിൽ തെരുവ് നായ്ക്കളെ നേരിടാൻ കോർപ്പറേഷൻ രംഗത്ത്. ആദ്യഘട്ട വന്ധ്യംകരണ ക്യാമ്പ് ഞായറാഴ്ച മുതൽ പൂളക്കടവിൽ. കോഴിക്കോടിന് അനുവദിച്ച റീജിയണൽ ക്യാൻസർ സെന്റർ ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് AK ശശീന്ദ്രൻ MLA. ഈ വർഷത്തെ SSLC പരീക്ഷ കഴിഞ്ഞു. ഇനി ഉന്നത വിദ്യാഭ്യാസ പാതയിൽ. വേർപിരിയിലും ആഹ്ലാദമാക്കി വിദ്യാർത്ഥികൾ. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോടിന് അനുവദിച്ച റീജിയണൽ ക്യാൻസർ സെന്റർ ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം നഷ്ടപ്പെടുമെന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് AK ശശീന്ദ്രൻ MLA. സ്പർശം ഡിസ്ട്രിക്ട് കോർഡിനേഷൻ ഓഫ് ചാരിറ്റി ആക്ടിവിറ്റീസ് ജില്ലാ കമ്മിറ്റി മെഡിക്കൽ കോളേജിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, നട്ടലിന് ക്ഷതം ബാധിച്ച് കിടപ്പിലായവർ തുടങ്ങി ഗുരുതരമായ രോഗത്തിന് കീഴ്പ്പെട്ടവർക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെ ദൈനംദിനം ഇത്തരം വിഭാഗങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന കോഴിക്കോട് ജില്ലയിലെ വിവിധങ്ങളായ സന്നദ്ധ സംഘടനകളുടെ ജില്ലാതല കൂട്ടായ്മയാണ് സ്പർശം അഥവാ ഡിസ്ട്രിക്ട് കോർഡിനേഷൻ ഓഫ് ചാരിറ്റി ആക്ടിവിറ്റീസ്. സ്പർശത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻവശത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ധർണ നടത്തിയത്. ധർണ MLA AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ ചികിത്സാ രംഗത്ത് കുതിച്ചുചാട്ടം സൃഷ്ടിക്കുന്നതിനായി കോഴിക്കോടിന് അനുവദിച്ച റീജിയണൽ ക്യാൻസർ സെന്റർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അനുവദിച്ച 45 കോടി രൂപയിൽ ആദ്യഘട്ടം 25 കോടി രൂപ ആരോഗ്യവകുപ്പിന് കൈമാറിയെങ്കിലും ആരോഗ്യവകുപ്പിന്റെ നിഷ്ക്രിയത്വം മൂലം ഈ റീജിയണൽ ക്യാൻസർ സെന്റർ ഇല്ലാതാവാൻ പോവുകയാണെന്നും ശശീന്ദ്രൻ കുറ്റപ്പെടുത്തി. ആവശ്യമായ നടപടികൾ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നില്ലെങ്കിൽ കോഴിക്കോട് റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ പ്രവർത്തനം എവിടം വരെ എത്തി എന്ന് പരിശോധിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യേണ്ടതാരാണ്? കോഴിക്കോടിന് അനുവദിച്ച റീജിയണൽ ക്യാൻസർ സെന്റർ ഉടൻ യാഥാർത്ഥ്യമാക്കുക, കേന്ദ്രം അനുവദിച്ച 25 കോടി രൂപ ഉടൻ വിനിയോഗിക്കുക, ഉദ്യോഗസ്ഥ അനാസ്ഥ അവസാനിപ്പിക്കുക, ക്യാൻസർ രോഗികളുടെ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രക്താർബുദ രോഗികൾക്കായി പ്രത്യേകം വാർഡ് സജ്ജീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സ്പർശം ഭാരവാഹികൾ ഉന്നയിച്ചു. സെക്രട്ടറി V രതീഷ് സ്വാഗതം പറഞ്ഞു. ഗജാൻജി ചെറിയാൻ തോട്ടുങ്കൽ, കോഓർഡിനേറ്റർ MM വേലായുധൻ, പ്രസിഡന്റ് MP ഹമീദ് മാസ്റ്റർ, വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, NP അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അങ്ങനെ ഇക്കൊല്ലത്തെ SSLC പരീക്ഷയും കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ ഒന്ന് ആഘോഷിക്കുകയും ചെയ്തു. പാഠപുസ്തകങ്ങൾ കീറിയെറിഞ്ഞും നിറങ്ങൾ വാരിപ്പൂശിയും വേർപിരിയിൽ ആഘോഷപൂർണ്ണമാക്കിയാണ് വിദ്യാർത്ഥികൾ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇനി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പുതിയ പാതയിലേക്ക്. ഇൻഷുറൻസ് മേഖലയെ തകർക്കുന്ന നിയമനിർമ്മാണം പാർലമെന്റ് തള്ളിക്കളയണമെന്ന് കേരള സ്റ്റേറ്റ് ജനറൽ ഇൻഷുറൻസ് എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് വയനാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. മാനഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന സമ്മേളനം AIIEU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
ഇൻഷുറൻസ് മേഖലയെ കോർപ്പറേറ്റ് ഭീമന്മാർക്കും കുത്തക മുതലാളിമാർക്കും അടിയറ വെക്കുന്നതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇൻഷുറൻസ് ഭേദഗതി ബില്ലെന്ന് കേരള സ്റ്റേറ്റ് ജനറൽ ഇൻഷുറൻസ് എംപ്ലോയീസ് യൂണിയൻ ചൂണ്ടിക്കാട്ടി. ബിൽ കേന്ദ്രമന്ത്രിസഭ ഓർഡിനൻസായി പാസാക്കിയിരിക്കുകയാണ്. ഇത് പാർലമെന്റ് തള്ളിക്കളയണമെന്ന് യൂണിയൻ കോഴിക്കോട് വയനാട് ജില്ലാ സംയുക്ത സമ്മേളനം ആവശ്യപ്പെട്ടു. 2012 കാലാവധി തീർന്ന വേതന പരിഷ്കരണ കരാർ പുതുക്കണമെന്നും ജീവനക്കാർക്ക് മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ഏർപ്പെടുത്തണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു. സമ്മേളനം AIIEA അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് M. കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ജനറൽ ഇൻഷുറൻസ് യൂണിയൻ ജനറൽ സെക്രട്ടറി CB വേണുഗോപാൽ, K. അജയൻ, K. രമേശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യം നേരിടാൻ ഒടുവിൽ കോഴിക്കോട് കോർപ്പറേഷൻ തയ്യാറെടുക്കുന്നു. തെരുവുനായ്ക്കളെ പിടികൂടി വന്ധ്യീകരണം ചെയ്ത് പ്രതിരോധ കുത്തിവയ്പ് നൽകിവിടുന്നതാണ് രീതി. ആദ്യഘട്ട വന്ധ്യീകരണ ശസ്ത്രക്രിയാ ക്യാമ്പ് മാർച്ച് 22 ഞായറാഴ്ച മുതൽ 5 ദിവസം പൂളക്കടവിൽ നടക്കുമെന്ന് മേയർ AK പ്രേമജം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെരുവുനായ്ക്കളെ പഴയ പോലെ പിടികൂടി കൊല്ലുന്ന രീതി രാജ്യത്തിപ്പോൾ അനുവദനീയമല്ല. പകരം അവയെ വന്ധ്യംകരണം ചെയ്ത് വംശവർധന തടയുന്ന ആനിമൽ ബർത്ത് കൺട്രോളാണ് ഇപ്പോഴത്തെ രീതി. നായ്ക്കളെ പിടികൂടി വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തി മുറിവുണങ്ങുന്നതുവരെ പരിപാലിച്ച ശേഷം പ്രതിരോധ കുത്തിവയ്പ് കൂടി നൽകി ആവാസ കേന്ദ്രത്തിലേക്ക് വിട്ടയക്കുന്നതാണ് ആനിമൽ ബർത്ത് കൺട്രോൾ അഥവാ ABC. കോഴിക്കോട് കോർപ്പറേഷന്റെ ആദ്യ ABC ക്യാമ്പ് വെള്ളിമാട് കുന്നിന് സമീപം പൂളക്കടവിൽ ഞായറാഴ്ച ആരംഭിക്കും. കേരള വെറ്ററിനറി സർവകലാശാലയുടെ രക്ഷാപദ്ധതിയുമായി സഹകരിച്ചാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹനൻ നിർവഹിക്കുമെന്ന് മേയർ AK പ്രേമജം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പല സ്ഥലങ്ങളായിട്ട് ജനങ്ങൾ സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് വേണമെങ്കിൽ ഇവർ പിടിച്ചുകൊണ്ടേക്കാം. അങ്ങനെ പിടിച്ചുകൊണ്ട് വന്നാൽ അവർക്ക് ഈ സർജറി നടത്തി അതിന്റെ പരിചരണം കൂടി നടത്തിയിട്ടാണ് വിടുക. തെരുവുനായകൾ വലിയ തോതിൽ പെരുകുകയും കുട്ടികൾ ഉൾപ്പെടെ വഴിയാത്രക്കാർക്ക് നേരെ ആക്രമണം നിത്യസംഭവമാകുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ വൈകിയെങ്കിലും കോർപ്പറേഷൻ ഉണർന്നു പ്രവർത്തിക്കുന്നതിൽ സന്തോഷത്തിലാണ് നഗരവാസികൾ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും കേരള പോലീസ് അസോസിയേഷന്റെയും സിറ്റി കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ C. അരവിന്ദാക്ഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മണാശ്ശേരി KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ സേനാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി സൌജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും കേരള പോലീസ് അസോസിയേഷന്റെയും കോഴിക്കോട് സിറ്റി കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ്. ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ C. അരവിന്ദാക്ഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കണ്ണൻ R. നായർ, ഡോക്ടർ വിജീഷ് വേണുഗോപാൽ, ഡോക്ടർ ഷെഫീഖ് മാട്ടുമൽ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ഹാർട്ടിന്റെ മസിലിന് ക്ഷതം സംഭവിക്കുക. ക്ഷതം സംഭവിക്കുമ്പോൾ നമ്മൾ സാധാരണ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നു. ആ ഹാർട്ട് ഫെയിലിയർ കാണാം. എല്ലാ രക്തക്കുഴലുകൾക്കും നന്നായിട്ട് പോകുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ബ്ലോക്കുകളൊന്നും കാണാനില്ല. സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ. ഇത് അങ്ങനെയാണ് നോർമൽ ആൻജിയോഗ്രാം ഇരിക്കാറ് സാധാരണഗതിയിൽ. ഇപ്പൊ നിങ്ങൾ ഇനി കാണാൻ പോകുന്നതാണ് വളരെ നേരത്തെ ഒരു 34 വയസ്സായപ്പോഴേ ആയിട്ട് ഡയബറ്റീസ് ആയി അങ്ങനെ നന്നായിട്ട് പുക വലിക്കുന്ന മനുഷ്യനായിരുന്നു. ഓപ്പറേഷന് വേണ്ടിയിട്ട് ആ നെഞ്ച് തുറക്കുകയും രണ്ടിലും നല്ല. പക്ഷേ ഈ താഴെ കാണിച്ചിരിക്കുന്ന രീതിയിൽ ചെയ്ത് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് എക്കോ, ECG, ബ്ലഡ് ഷുഗർ ടെസ്റ്റുകൾ സൌജന്യമായി നൽകി. കേരള പോലീസ് അസോസിയേഷൻ സിറ്റി സെക്രട്ടറി E. ജയരാജൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ വാർത്തകളിൽ ഇടവേള. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. വിദേശ നിർമ്മിത ഫിഷ് അക്വേറിയങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. വിവിധ തരം അക്വേറിയങ്ങൾ, ആക്സസറീസുകൾ, ഫൗണ്ടൻ തുടങ്ങിയവ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി 10 മുതൽ 50% വരെ വിലക്കുറവിൽ വിറ്റ് കാലിയാക്കുന്നു. ഈ ഓഫർ ഏതാനും ദിവസത്തേക്ക് മാത്രം. പിക്കാസോ, അമൃത ആർക്കേഡ്, മിംസ് ഹോസ്പിറ്റലിന് സമീപം നിയർ PNB, മിനി ബൈപ്പാസ് റോഡ്, കോഴിക്കോട്. ഫോൺ നമ്പേഴ്സ് 8714271215, 9249 500
838. കല്യാൺ സിൽക്സിന്റെ തൊടുപുഴയിലെ ഉദ്ഘാടനം കഴിഞ്ഞുട്ടാ. ഇനിയിപ്പോ തർക്കിക്കാനൊന്നും നിൽക്കേണ്ട കടി. മാർച്ച് 25 നമ്മുടെ കുന്നംകുളത്ത് തന്നെ കല്യാൺ സിൽക്സ് വരിക. താമസിച്ച് മാർച്ച് 25 കുന്നംകുളത്താണെങ്കിൽ ഏപ്രിൽ 6 ആറ്റിങ്കലിലാണ് കല്യാൺ സിൽക്സിന്റെ ഇനോഗ്രേഷൻ. മാർച്ച് 25 കുന്നംകുളത്തും ഏപ്രിൽ 6 ആറ്റിങ്കലിലും ഉദ്ഘാടനം. കല്യാൺ സിൽക്സ് 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. ചീക്കിലോട് വനിതാ വേദിയിലെ 25ഓളം വനിതകൾ ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ദേവൻ നന്മണ്ടയുടെ കീഴിൽ 1 വർഷത്തോളം നീണ്ട കഠിന പരിശീലനത്തിനു ശേഷമാണ് കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടന്നത്. കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും സാക്ഷി നിർത്തിയാണ് 5 കാലം കൊട്ടി മേളപ്പെരുമ ഇവർ തീർത്തത്. ചീക്കിലോട് കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിൽ ഒരു ഉത്സവ പ്രതീതിയുണ്ടായിരുന്നു. മേളപ്പെരുക്കത്തിലൂടെ വനിതകൾ കൊട്ടിക്കയറുന്നതു കാണാൻ ഈ ക്ഷേത്രത്തിലെത്തിയത് നൂറുകണക്കിന് പ്രദേശവാസികൾ. 25 വനിതകളാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ചെണ്ടമേളം അരങ്ങേറ്റത്തിൽ പങ്കെടുത്തത്. ഭഗവാനെ പ്രാർത്ഥിച്ച് ഗുരുക്കന്മാരോട് അനുഗ്രഹം വാങ്ങി കുടുംബങ്ങളെയും കുട്ടികളെയും സാക്ഷിയാക്കി വനിതകൾ കൊട്ടിക്കയറിയത് സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ മേഖലയിലേക്കായിരുന്നു. ആദ്യം അല്പം സഭാകമ്പവും ടെൻഷനും ഉണ്ടായിരുന്നുവെങ്കിലും താളമേളം ആരംഭിച്ചതോടെ അതെല്ലാം വഴിമാറി. കാണാനെത്തിയ കുഞ്ഞു ആസ്വാദകരുടെ മുഖത്ത് ആദ്യം നിറഞ്ഞത് കൗതുകം. പിന്നീട് അത് ആസ്വാദനമായി മാറി. പതുക്കെ പതിയ താളത്തിലാണ് മേളം ആരംഭിച്ചത്. പിന്നെ മധ്യമം കടന്ന് ഉച്ചസ്ഥായിലെത്തി. ചീക്കിലോട് പ്രവർത്തിക്കുന്ന ഉദയ വായനശാലയുടെ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ചെണ്ടമേളത്തിൽ വനിതകൾ അരങ്ങേറിയത്. 25 വനിതകളും 2 കുട്ടികളും കഴിഞ്ഞ ദിവസം നടന്ന അരങ്ങേറ്റത്തിൽ പങ്കെടുത്തു. 1 വർഷം നീണ്ട പരിശീലനത്തിലൂടെയാണ് ചെണ്ടമേളം ഈ വനിതകളും കുട്ടികളും സ്വായത്തമാക്കിയെടുത്തത്. പ്രസിദ്ധനായ ചെണ്ടവാദ്യ കലാകാരൻ ദേവൻ നന്മണ്ടയുടെ ശിക്ഷണത്തിലായിരുന്നു ഇവരുടെ അഭ്യാസം. വീട്ടുജോലികൾക്കിടയിൽ കിട്ടുന്ന അല്പസമയമാണ് ഇവർ ഈ പരിശീലനത്തിനായി നീക്കിവെച്ചത്. കല്ലിൽ കൊട്ടിയാണ് പരിശീലനം. പ്രയാസമേറെയുണ്ട് ചെണ്ടമേളം പഠിച്ചെടുക്കാൻ. പതിവ് വാദ്യകലകളിൽ നിന്നും വ്യത്യസ്തമാണ് ചെണ്ടവാദ്യം. കായികമായി നല്ല കരുത്തു വേണം ഇതിൽ പ്രാഗൽഭ്യം തെളിയിക്കാൻ. താളബോധവും അത്യാവശ്യം. പരസ്പരം കഥകളും വായ്ത്താരികളും കൊട്ടിപ്പറയുകയാണ് ചെണ്ടമേളക്കാർ ചെയ്യുന്നത്. ചെണ്ട തോളിലൂടെ തൂക്കിയിട്ട് നിന്നും നടന്നുമാണ് വാദ്യം അവതരിപ്പിക്കുക. പണ്ട് പുരുഷന്മാർ മാത്രം സ്വായത്തമാക്കിയിരുന്ന ഈ വാദ്യമേളം ഇപ്പോൾ സ്ത്രീകൾക്കും അത്ര അപരിചിതമല്ല. ചെണ്ടമേളവും ശിങ്കാരിമേളവും സ്വായത്തമാക്കിയ നിരവധി വനിതകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിൽ അവർ അത് വളരെ വൃത്തിയായി കൊണ്ടുപോകുന്നുമുണ്ട്. ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ഇത് ഉത്സവത്തിന്റെ കാലമാണ്. ഉത്സവമേളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉപകരണമാണ് ചെണ്ട. ദേശപ്പെരുമയുടെയും പൗരാണിക സംസ്കാരത്തിന്റെയും തിരുശേഷിപ്പുകൾക്കായി നാം നടത്തുന്ന ഉത്സവ ആഘോഷങ്ങളിൽ മേളപ്പെരുമയൊരുക്കുവാൻ വനിതകളുടെ സാന്നിധ്യമുണ്ടാകുന്ന കാലവും അത്ര വിദൂരമല്ലെന്ന് തെളിയിക്കുകയാണ് ഈ സ്ത്രീ മുന്നേറ്റം. തുല്യതയ്ക്കുവേണ്ടി മുറവിളി കൂട്ടി പ്രസംഗിക്കുന്ന ഫെമിനിസ്റ്റുകൾ മാത്രമല്ല, പ്രകൃതിയെ പാടിയുണർത്തി സംഗീതമെന്ന നന്മയുടെ പുണ്യം സ്വായത്തമാക്കിയ വനിതാ കൂട്ടായ്മയെയും നാം അംഗീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചീക്കിലോട് എന്ന ഗ്രാമത്തിന്റെ അതിരുകൾ ഭേദിച്ചു മുഴങ്ങണം ഈ മേളപ്പദത്തിന്റെയും കൂട്ടായ്മയുടെയും പെരുമ. UDF ഞരമ്പ് രോഗികളുടെ കൂട്ടായ്മയായി മാറിയെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ. ഫറോക്ക്പേട്ടയിൽ നടന്ന AKG EMS ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി റെഡ് വോളണ്ടിയർ മാർച്ചും നടന്നു. ഞരമ്പ് രോഗികളുടെ കൂട്ടായ്മയായി UDF മാറിയെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ വിമർശിച്ചു. കേരള ചരിത്രത്തിൽ അഴിമതി കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരു ധനമന്ത്രിയും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരാളെ തന്നെ ബജറ്റ് അവതരിപ്പിക്കാൻ നിർബന്ധം പിടിച്ചതാണ് നിയമസഭയിലെ പ്രശ്നങ്ങൾക്ക് കാരണം. ക്ഷേത്രപ്രവേശം, വഴിനടത്തം, സ്ത്രീകൾക്ക് മാറുമറക്കാൻ സ്വാതന്ത്ര്യം തുടങ്ങിയ സമരങ്ങളുടെ മുന്നിൽ നിന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ശ്രീനാരായണ ഗുരു തുടക്കമിട്ട പരിഷ്കാരങ്ങൾ പൂർത്തീകരണത്തിലെത്തിച്ചതും ഇടതുപക്ഷം തന്നെ. ശ്രീകൃഷ്ണ ജയന്തി RSSന് വിട്ടുകൊടുക്കില്ല. ശ്രീകൃഷ്ണനെ ഇവരിൽ നിന്ന് മോചിപ്പിക്കുമെന്നും MV ജയരാജൻ പറഞ്ഞു. ഫറോക്ക്പേട്ടയിൽ AKG EMS ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതായിരുന്നു 1937 EMS K. ദാമോദരനും MC ശേഖറും കൃഷ്ണപ്പള്ളിയും എല്ലാം ചേർന്ന് രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം.
വാളക്കട ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എം ഗിരീഷ്, എം ചായ്ച്ചുട്ടി, ടി ശിവദാസൻ എന്നിവർ സംസാരിച്ചു. മക്കളില്ലാത്ത ദമ്പതിമാരുടെ കൂട്ടായ്മ പ്രൊജിനി ഫ്രീ കപ്പിൾസ് ഓർഗനൈസേഷൻ ജില്ലാ വാർഷിക സമ്മേളനം ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് എൻ കെ ഹാരിസ് അധ്യക്ഷം വഹിച്ച പരിപാടി മുൻ മേയർ മോഹസിൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളില്ലാത്ത ദമ്പതിമാരുടെ കൂട്ടായ്മയായ പ്രൊജീനി ഫ്രീ കപ്പിൾസ് ഓർഗനൈസേഷന്റെ 4ാം വാർഷിക സമ്മേളനമാണ് ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. മുൻ മേയർ മോഹസിൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രൊജീനി ഫ്രീ കപ്പിൾസ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ അശോകൻ ആശംസാ പ്രസംഗം നടത്തി. ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ കെ ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി എൻ എം മുഹമ്മദ് കോയ, സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞാലി ഹാജി, സംസ്ഥാന ട്രഷറർ കപ്പിയടത്ത് ചന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ശശി, ജില്ലാ ട്രഷറർ സ്നേഹപ്രഭ തുടങ്ങിയവരും സംസാരിച്ചു. കേരളത്തിൽ സ്ത്രീ ശാക്തീകരണം വേണ്ട രീതിയിൽ നടപ്പാകുന്നില്ലെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന സ്ത്രീ ശാക്തീകരണ ശില്പശാല അപരാജിത ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീകളുടെ ജീവിതാവസ്ഥകൾ വിലയിരുത്തിയാണ് ഒരു രാജ്യത്തിന്റെ സാംസ്കാരിക സ്ഥിതി വിലയിരുത്തപ്പെടുന്നതെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി ടീച്ചർ പറഞ്ഞു. രാജ്യത്ത് സ്ത്രീകൾക്ക് വേണ്ടത്ര സാമൂഹിക പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. സ്ത്രീകൾ സുരക്ഷിതരല്ലാത്തതിനാൽ പെൺകുഞ്ഞിന്റെ ജനനത്തെ പോലും നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും റോസക്കുട്ടി ടീച്ചർ കൂട്ടിച്ചേർത്തു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ 3 ദിവസം നീളുന്ന അപരാജിത വനിതാ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്തെ എംപവർ ചെയ്യണമെങ്കിൽ ടു എംപവർ ഇന്ത്യ യു ഹാവ് ടു എംപവർ ദ വിമൻ ഫോക്ക് ഓഫ് ഇന്ത്യ എന്നതായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ തന്നെ ഏറ്റവും വലിയ ഒരു ആശയം. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ പി എസ് പ്രശാന്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ഷീന ഷുക്കൂർ, സി കെ സുബൈർ, അഡ്വക്കേറ്റ് പി സതീദേവി, അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, എൻ പി ഹാഫിസ് മുഹമ്മദ്, എ ഷിയാലി തുടങ്ങിയവർ സംസാരിച്ചു. യുവജനക്ഷേമ ബോർഡ് അംഗം ഒ ശരണ്യ സ്വാഗതവും സെക്രട്ടറി കെ രാധാകൃഷ്ണൻ നായർ നന്ദിയും പറഞ്ഞു. മരക്കൊമ്പ് പൊട്ടിവീണ് ഇരുചക്രവാഹന യാത്രക്കാരന് പരിക്ക്. ബേപ്പൂർ വെങ്കളത്ത് വീട്ടിൽ ശശിധരനാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ബേപ്പൂർ സോണൽ ഓഫീസിന് മുൻപിലായിരുന്നു അപകടം. പരിക്കേറ്റ ശശിധരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മീഞ്ചന്ത ഫയർ സ്റ്റേഷനിൽ നിന്നും യൂണിറ്റ് എത്തിയാണ് മരക്കൊമ്പ് മുറിച്ചു നീക്കിയത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ബേപ്പൂർ സോണൽ ഓഫീസിന് സമീപത്തെ റോഡരികിലെ മാവിൻ കൊമ്പ് പൊട്ടിവീണാണ് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റത്. നടുവട്ടം മാഹി പാലാട്ടുപറമ്പ് വെങ്കളത്ത് ശശിധരനാണ് പരിക്ക്. വാരിയലിന് ക്ഷതമേറ്റ അദ്ദേഹത്തെ നഗരത്തിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 3ഓടെയാണ് വഴിയോരത്തെ കൂറ്റൻ മാവിന്റെ ശിഖരം പൊട്ടിവീണത്. കോർപ്പറേഷൻ ഓഫീസിലേക്ക് എത്തിയ ശശിധരൻ സ്കൂട്ടർ നിർത്തുന്നതിനിടെയാണ് മരക്കമ്പ് നിലംപൊത്തിയത്. ശബ്ദം കേട്ട് ഓടിമാറാൻ ശ്രമിക്കുമ്പോഴേക്കും ദേഹത്ത് പതിച്ചു. ഓടിക്കൂടിയ നാട്ടുകാർ ശശിധരനെ പുറത്തെടുത്ത് ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതോടെ ബേപ്പൂർ റൂട്ടിൽ ഭാഗികമായി ഗതാഗതം സ്തംഭിച്ചു. വൈദ്യുത കമ്പികൾ തമ്മിലുരസി തീപ്പരി പാറിയത് നാട്ടുകാരെ ഭീതിപ്പെടുത്തി. സദാസമയം ആളുകൾ കൂടി നിൽക്കുന്ന ഇടത്തെ മാവിന്റെ കൊമ്പാണ് പൊട്ടിവീണത്. അടുത്തുണ്ടായവർ ഓടിമാറിയതിനാൽ പരുക്കില്ലാതെ രക്ഷപ്പെട്ടു. മീഞ്ചന്ത ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് എത്തി മരം മുറിച്ചു മാറ്റി. നിറയെ മാങ്ങ കായ്ച്ചു നിൽക്കുന്ന മാവിന്റെ റോഡരികിലുള്ള മറ്റൊരു ഭാഗവും അപകട ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. വാർത്തകളിൽ മറ്റൊരിടവേള. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ.
daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ കളക്ടർ എൻ പ്രശാന്തുമായി മുഖാമുഖം നടത്തി. മലബാർ ചേംബർ പ്രസിഡന്റ് സി മോഹനൻ അധ്യക്ഷനായിരുന്നു. വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം സെക്രട്ടറി എം എ മെഹബൂബ് കളക്ടർക്ക് കൈമാറി. പി വി ഗംഗാധരൻ പൊന്നാടി അണിയിച്ചു. സാധാരണക്കാരനെ മുന്നിൽ കണ്ടുള്ള വികസനമാണ് ജില്ലയ്ക്ക് ആവശ്യമെന്ന് കളക്ടർ എൻ പ്രശാന്ത് പറഞ്ഞു. പാചകവാതകം പൈപ്പ് വഴി വിതരണം ചെയ്യുന്ന സംവിധാനം അടിയന്തരമായി നടപ്പാക്കണം. ഇത്തരത്തിൽ പാചകവാതകം വിതരണം ചെയ്താൽ അപകടമുണ്ടാകുമെന്ന ജനങ്ങളുടെ ആശങ്കയാണ് പദ്ധതി നീണ്ടുപോകാൻ കാരണം. അത്തരം ആശങ്കകൾ ആസ്ഥാനത്താണെന്നും കലക്ടർ കൂട്ടിച്ചേർത്തു. മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ മുഖാമുഖം പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയുടെ വികസനത്തിന് ജനകീയ മുഖം നൽകും. വലിയ വികസന പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി പരക്കം പായുമ്പോൾ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പലപ്പോഴും പരിഗണിക്കാതെ പോകുന്നു. വികസന പദ്ധതികളിൽ അവരെയും കൂടി ഉൾപ്പെടുത്തണം. കടലിൽ കായം കലക്കുന്ന പോലെയാണ് കനോലി കനാൽ സംരക്ഷണത്തിന് തുക ചെലവഴിച്ചത്. കനാലിന്റെ സംരക്ഷണത്തിനുള്ള ഫണ്ട് ഫലമുണ്ടാക്കുന്ന തരത്തിൽ വിനിയോഗം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ എൻ പ്രശാന്ത് പറഞ്ഞു. മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് സി മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പി വി ഗംഗാധരൻ കലക്ടറെ പൊന്നാടയണിയിച്ചു. എം എ മെഹബൂബ്, ആർ എൻ സാബു, പി വി ചന്ദ്രൻ, പി വി കുഞ്ഞമ്മദ്, കെ ടി രഘുനാഥ്, പി സുന്ദർദാസ്, പി കെ അഹമ്മദ്, അശോക് കുമാർ സാബു, ടി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ അരിയിൽ പ്ലാസ്റ്റിക്കിന്റെ അംശം കണ്ടെത്തിയതായി പരാതി. മലപ്പുറം പരപ്പനങ്ങാടി അയ്യപ്പൻകാവ് സ്വദേശി സുധീന്ദ്രന്റെ വീട്ടിലാണ് സംഭവം. ചൈനീസ് അരി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മായം കലർന്ന അരി സംസ്ഥാനത്ത് വ്യാപകമാകുന്നതായി നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നുമാണ് അയ്യപ്പൻകാവ് സ്വദേശി സുധീന്ദ്രൻ കിലോയ്ക്ക് 28 രൂപ വിലയുള്ള അരി വാങ്ങിയത്. ഈ അരി ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് അരി വേവിച്ച കലത്തിലെ കഞ്ഞിവെള്ളത്തിൽ പ്ലാസ്റ്റിക് കെട്ടിനിൽക്കുന്ന പോലെ കണ്ടപ്പോഴാണ് സംശയം തോന്നിയത്. അതോടെ വീട്ടുകാർ ആശങ്കയിലാവുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് വന്ന് എടുത്തു നോക്കിയപ്പോഴാണ് ഇതിന്റെ മുകളിൽ ഒരു പാട കണ്ടത്. പാട കണ്ട് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ശരിക്കും പ്ലാസ്റ്റിക് മാതിരി തന്നെ നമുക്കിങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ഇവിടെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്തത്. മലബാർ കുറുവ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് വാങ്ങിച്ചത്. 28 രൂപയാണ് ഒരു കിലോയ്ക്ക് ഉണ്ടായിരുന്ന വില. ചൈനീസ് അരി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മായം കലർത്തിയ അരി സംസ്ഥാനത്ത് വ്യാപകമാകുന്നതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു. കാണാൻ ഏറെ ഭംഗിയുള്ള പൊളിമർ കലർന്ന അരിയാണ് നമുക്ക് കഴിക്കാനായി വിപണിയിലെത്തുന്നതെന്ന വാർത്ത ജനങ്ങൾ കടുത്ത ആശങ്കയോടെയാണ് സ്വീകരിച്ചിരുന്നത്. 1 വർഷത്തോളമായി ഇത്തരത്തിലുള്ള ചൈനീസ് അരികൾ വിപണിയിലുണ്ടെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഈ അരി ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക് മായം പൂർണ്ണമായും ശരീരത്തിലെത്തുന്നു. ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങും പ്ലാസ്റ്റിക്കും കലർത്തിയ അരിയാണ് ഇതെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്ത് വിൽക്കപ്പെടുന്ന വിവിധ ബ്രാൻഡ് അരികളിൽ വരെ ഈ മാലിന്യം ഉണ്ടെന്നാണ് റിപ്പോർട്ട്. പ്രമുഖ പ്രകൃതി ചിത്രകാരനായ കെ വിജയരാഘവന്റെ ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ചിത്രപ്രദർശനം പുതിയ എസ്.കെ. പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ ആരംഭിച്ചു. ചിത്രകാരൻ ഫ്രാൻസിസ് കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് കെ മോഹൻദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സൌഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിച്ച ചിത്രകാരനായിരുന്നു കെ വിജയരാഘവനെന്ന് ഫ്രാൻസിസ് കോടങ്കണ്ടത്ത് പറഞ്ഞു. അദ്ദേഹവുമൊത്തുള്ള അനുഭവങ്ങൾ എന്നും നിറമുള്ള ഓർമ്മകളാണ്. അനശ്വരങ്ങളാണ് വിജയരാഘവന്റെ ചിത്രങ്ങൾ. അതോടൊപ്പം നർമ്മബോധമുള്ള കലാകാരൻ കൂടിയായിരുന്നു വിജയരാഘവനെന്നും ഫ്രാൻസിസ് കോടങ്കണ്ടത്ത് അനുസ്മരിച്ചു. കെ വിജയരാഘവന്റെ 13ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പുതിയറ എസ്.കെ. പൊറ്റക്കാട് ഹാളിൽ സംഘടിപ്പിക്കുന്ന ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ഫ്രാൻസിസ് കോടങ്കണ്ടത്ത്. അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രകാരൻ അദ്ദേഹം തൊടാത്ത ഒരു മേഖലകളുമില്ല. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും അദ്ദേഹം പോയി കണ്ട സ്ഥലങ്ങളിലെ ആൾക്കാരുടെ അവിടുത്തെ പ്രത്യേക ചടങ്ങുകളുടെ ഒക്കെ കാര്യത്തിലായാലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ഞൊടിയിടാൻ. വിജയരാഘവൻ വരച്ച പ്രകൃതി ദൃശ്യങ്ങളുടെ പ്രദർശനം ഒരാഴ്ച നീണ്ടു നിൽക്കും. ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ മോഹൻദാസ് വിജയരാഘവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. എസ്.കെ. പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ടി വി രാമചന്ദ്രൻ, സെക്രട്ടറി PM വി പണിക്കർ, ചെലവൂർ വേണു തുടങ്ങിയവർ സംസാരിച്ചു. ലതാ മങ്കേഷ്കറിന്റെ മധുരഗാനങ്ങളുമായി ടൗൺ ഹാളിൽ യുവഗായിക രാധിക റാവുവിന്റെ സംഗീത വിരുന്ന്. ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ലതാ മങ്കേഷ്കർ നൈറ്റ്. ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. രാധിക റാവു ലതയുടെ 26ഓളം പാട്ടുകൾക്ക് മധുര ശബ്ദം നൽകി.
കോഴിക്കോട് ടൗൺ ഹാളിൽ വെള്ളിയാഴ്ച വൈകിട്ട് ഇന്ത്യ സോഷ്യൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന ലതാ മങ്കേഷ്കറിന്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ ലതാ നൈറ്റ് വേറിട്ട അനുഭവമായി. സ്വരമാധുരി കൊണ്ട് ഇന്ത്യയുടെ വാനമ്പാടിയായ ലതാ മങ്കേഷ്കർ വിരുന്നെത്തിയ അനുഭൂതിയായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് നഗര സായാഹ്നത്തിന്. ലതാ മങ്കേഷ്കറുടെയും ആശാ ഭോസ്ലെയുടെയും ഗാനങ്ങൾ പുനരവതരിപ്പിച്ച് നഗരത്തിന് സുപരിചിതയായ രാധിക റാവു ഗാനങ്ങൾ ആലപിച്ചു. കൂടാതെ ISC ഗായകരായ ഗോകുൽദാസ്, റിയാസ്, തൽഹത്ത്, ജാഷിം, സ്വാതി, പ്രിയ, ധന്യ എന്നിവരും ഗാനങ്ങൾ ആലപിച്ചു. ലതാ മങ്കേഷ്കറിന്റെ ഉൾപ്പെടെ 33 ഗാനങ്ങളാണ് പരിപാടിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. ആശാ ഭോസ്ലെ, നൂർജഹാൻ എന്നിവരുടെ ഗാനങ്ങളും ചടങ്ങിൽ ആലപിച്ചിരുന്നു. ഇടതുപക്ഷ വനിതാ MLA-മാരെ അപമാനിക്കുന്ന പരാമർശം നടത്തിയ DCC പ്രസിഡന്റ് KC അബുവിനെതിരെയുള്ള ബഹുജന രോഷം ശക്തമായിരുന്നു. ജനാധിപത്യ സംസ്കാരത്തെയും സ്ത്രീത്വത്തെയും അധിക്ഷേപിച്ച അബുവിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി യുവജനങ്ങളും സ്ത്രീകളും രംഗത്തെത്തി. വനിതാ MLA-മാർക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ DCC പ്രസിഡന്റ് KC അബുവിനെ ശരിക്കും വലച്ച ദിവസമായിരുന്നു വെള്ളിയാഴ്ച. പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും പൊതുവെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന അബു പ്രസ്താവനയ്ക്ക് ശേഷം ശരിക്കും വിയർത്തു. പരാമർശങ്ങൾ കോൺഗ്രസ് പാർട്ടിയെയും വെട്ടിലാക്കി. വെള്ളിയാഴ്ച കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇടതുപക്ഷ MLA-മാർക്കെതിരെ DCC പ്രസിഡന്റ് KC അബുവിന്റെ വിവാദ പരാമർശം. പ്രസ്താവനയ്ക്ക് ശേഷം AIYF പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ആദ്യം തെരുവിലിറങ്ങിയത്. വയനാട് റോഡിലൂടെ DCC ഓഫീസിലേക്ക് കുതിച്ച ഇവരെ ക്രിസ്ത്യൻ കോളേജിന് സമീപം തടയാൻ സജ്ജരായിരുന്ന പോലീസുമായി ഏറ്റുമുട്ടിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. വൈകിട്ട് 4:30 KC അബുവിന്റെ വീട്ടിലേക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രകടനവുമായെത്തി. അപ്പോഴേക്കും വീടിന്റെ ഗേറ്റ് പൂട്ടി പോലീസ് അകത്ത് കാവൽ നിന്നിരുന്നു. ഗേറ്റ് തള്ളിത്തുറക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർ ഒടുവിൽ അവിടെ ധർണ നടത്തി. ജാനമ്മ കുഞ്ഞുണ്ണി, MM പത്മാവതി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല എന്നിവർ അബുവിന്റെ പരാമർശത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. അപ്പോഴേക്കും അബു DCC ഓഫീസിലുണ്ടെന്നറിഞ്ഞ് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ അവിടേക്ക് പ്രതിഷേധ പ്രകടനവുമായെത്തി. മുൻ MP അഡ്വക്കേറ്റ് P സതീദേവി DCC ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ ചുരുക്കത്തിൽ. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ ജില്ലാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാലം അധിക പരിശീലനത്തിന് എന്ന പേരിൽ സ്കൂൾ കോളേജ് കുട്ടികൾക്കും വനിതകൾക്കുമായി ഏകദിന പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്ലാസ് പെയിന്റിംഗ്, പാവ നിർമ്മാണം, ആഭരണ നിർമ്മാണം, ഫാബ്രിക് പെയിന്റിംഗ്, വിവിധ പൂക്കളുടെ നിർമ്മാണം തുടങ്ങി വിവിധ ഇനങ്ങളിലാണ് പരിശീലനം. ഫോൺ നമ്പർ 81 29 18 76 52. നമ്പർ ഒരിക്കൽ കൂടി 81 29 18 76 52. സ്ട്രിങ്സ് ആൻഡ് ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 28 വൈകിട്ട് 6 മുതൽ കോഴിക്കോട് ടാഗോർ ഹാളിൽ മായാത്ത മഴവിൽ ഗീതങ്ങൾ എന്ന പേരിൽ ഗാനവിരുന്നൊരുക്കുന്നു. മുഹമ്മദ് റഫി, ലതാ മങ്കേഷ്കർ, ഇളയരാജ തുടങ്ങി വിശ്വപ്രസിദ്ധ സംഗീതജ്ഞരുടെ അനശ്വര ഗാനങ്ങൾ കോർത്തിണക്കിയായിരിക്കും സംഗീത വിരുന്നെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരുവയൽ ക്ഷേത്രകലാ വിദ്യാപീഠത്തിന്റെ 2ാം വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ മെയ് 1, 2, 3 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടൊപ്പം 2 ലക്ഷത്തോളം രൂപ പാരിതോഷികമായി നൽകുന്ന വിവിധ മത്സരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന KT മുഹമ്മദ് 7ാം ചരമ വാർഷിക ദിനാചരണ പരിപാടികൾക്ക് മാർച്ച് 24 മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറി പരിസരത്ത് നടക്കുന്ന തെരുവ് നാടകത്തോടെ തുടക്കമാവും. മാർച്ച് 25 രാവിലെ 10 മണിക്ക് ടൗൺ ഹാളിൽ സ്കിറ്റ് മത്സരവും നാടക പ്രവർത്തകരുടെ സംഗമവും സെമിനാറും വൈകിട്ട് അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒടുവിൽ തെരുവ് നായ്ക്കളെ നേരിടാൻ കോർപ്പറേഷൻ രംഗത്ത്. ആദ്യഘട്ട വന്ധ്യംകരണ ക്യാമ്പ് ഞായറാഴ്ച മുതൽ പൂളക്കടവിൽ. കോഴിക്കോടിന് അനുവദിച്ച റീജിയണൽ ക്യാൻസർ സെന്റർ ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് AK ശശീന്ദ്രൻ MLA. ഈ വർഷത്തെ SSLC പരീക്ഷ കഴിഞ്ഞു. ഇനി ഉന്നത വിദ്യാഭ്യാസ പാതയിൽ. വേർപിരിയിലും ആഹ്ലാദമാക്കി വിദ്യാർത്ഥികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്,
കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Premier Genuine Leather Footwear. രോഗവിമുക്ത പാദങ്ങൾ